ഹായ്, എയ്സാപ്പിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഭരണഘടനയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് അടിയന്തരാവസ്ഥ. അതിൽ തന്നെ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട അനുച്ഛേദങ്ങൾ അല്ലെങ്കിൽ ആർട്ടിക്കിൾസിലേക്കാണ് ഇന്ന് നമ്മൾ ആദ്യം പോകുന്നത്. ഓക്കെ, അതിനു മുൻപ് അടിയന്തരാവസ്ഥയെക്കുറിച്ച് പറയുന്ന ഭരണഘടനയിലെ ഭാഗം ഭരണഘടനയിലെ ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? അത് 18ആണ്. അടിയന്തരാവസ്ഥ എന്ന് പറയുന്ന ആശയം ഇന്ത്യൻ ഭരണഘടന കടമെടുത്തിരിക്കുന്നത് 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്റ്റിൽ നിന്നാണ്. അടിയന്തരാവസ്ഥ എന്ന് പറയുന്ന ആശയം ഇന്ത്യൻ ഭരണഘടന കടമെടുത്തിരിക്കുന്നത് എന്തിൽ നിന്നാണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ ഉത്തരം പറയാം? അത് 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്റ്റിൽ നിന്നാണ്. അടിയന്തരാവസ്ഥയെക്കുറിച്ച് പറയുന്ന ഭരണഘടന ഭാഗം 18ആണ്. അടിയന്തരാവസ്ഥ എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന കടമെടുത്തിരിക്കുന്നത് 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്റ്റിൽ നിന്നാണ്. അടിയന്തരാവസ്ഥ സമയത്ത് പോലും റദ്ദാക്കാൻ പറ്റാത്ത രണ്ട് മൗലിക അവകാശങ്ങളാണ് ആർട്ടിക്കിൾ 21 ആർട്ടിക്കിൾ 22. ഓക്കെ, അടിയന്തരാവസ്ഥ സമയത്ത് പോലും റദ്ദാക്കാൻ പറ്റാത്ത രണ്ട് മൗലിക അവകാശങ്ങൾ അല്ലെങ്കിൽ രണ്ട് ആർട്ടിക്കിൾസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഏതാ ഉത്തരം പറയാം? 21 22. ഓക്കെ, അടിയന്തരാവസ്ഥ സമയത്ത് മൗലിക അവകാശങ്ങളുടെ റദ്ദാക്കൽ എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന കടമെടുത്തിരിക്കുന്നത് വെയ്മർ കോൺസ്റ്റിറ്റ്യൂഷൻ ജർമ്മനിയുടെ ഭരണഘടനയായിട്ടുള്ള വെയ്മർ ഭരണഘടനയിൽ നിന്നാണ് അടിയന്തരാവസ്ഥ സമയത്തെ മൗലിക അവകാശങ്ങളുടെ റദ്ദാക്കൽ എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന കടമെടുത്തിരിക്കുന്നത്. അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട ഭരണഘടനാ ഭാഗം 18ആണ്. അടിയന്തരാവസ്ഥ എന്ന ആശയം കടമെടുത്തിരിക്കുന്നത് 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്റ്റിൽ നിന്നാണ്. അടിയന്തരാവസ്ഥ സമയത്ത് പോലും റദ്ദാക്കാൻ പറ്റാത്ത രണ്ട് ആർട്ടിക്കിൾസ് ആണ് 21 22. അടിയന്തരാവസ്ഥ സമയത്ത് മൗലിക അവകാശങ്ങളുടെ റദ്ദാക്കൽ എന്ന ആശയം കടമെടുത്തിരിക്കുന്നത് വെയ്മർ ഭരണഘടന അല്ലെങ്കിൽ ജർമ്മനിയുടെ ഭരണഘടനയായിട്ടുള്ള വെയ്മർ ഭരണഘടനയിൽ നിന്നാണ്. ഓക്കെ, ആർട്ടിക്കിൾ 352 ഭാഗം 18 ആർട്ടിക്കിൾ 352 മുതൽ 360 വരെയുള്ള ആർട്ടിക്കിൾസ് ആണ്. അത് എന്തൊക്കെയാണ് കാര്യങ്ങളാണ് പറയുന്നത് എന്ന് നോക്കാം. ആർട്ടിക്കിൾ 352 ദേശീയ അടിയന്തരാവസ്ഥയാണ്. ആർട്ടിക്കിൾ 352 എന്താണ്? ദേശീയ അടിയന്തരാവസ്ഥയാണ് ആർട്ടിക്കിൾ 352. ആർട്ടിക്കിൾ 353 ദേശീയ അടിയന്തരാവസ്ഥയുടെ പ്രഭാവത്തെക്കുറിച്ചാണ് എന്ത് ചെയ്യുന്നത്? ആർട്ടിക്കിൾ 353 പറയുന്നത്. ആർട്ടിക്കിൾ 354 ദേശീയ അടിയന്തരാവസ്ഥ നിലനിൽക്കുമ്പോഴുള്ള കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള വരുമാന വിതരണം, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റവന്യൂസ് ഡ്യൂറിംഗ് നാഷണൽ എമർജൻസി. ദേശീയ അടിയന്തരാവസ്ഥ നിലനിൽക്കുമ്പോൾ സംസ്ഥാനവും കേന്ദ്രവും തമ്മിലുള്ള വരുമാന വിതരണത്തെക്കുറിച്ച് പറയുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 354ആണ്. ഓക്കെ, ആർട്ടിക്കിൾ 352 ദേശീയ അടിയന്തരാവസ്ഥ, ആർട്ടിക്കിൾ 353 ദേശീയ അടിയന്തരാവസ്ഥയുടെ പ്രഭാവമാണ്, ആർട്ടിക്കിൾ 354 ദേശീയ അടിയന്തരാവസ്ഥ നിലനിൽക്കുമ്പോൾ കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള വരുമാന വിതരണത്തെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ് 354. ആർട്ടിക്കിൾ 355 യുദ്ധം, പുറത്തുനിന്നുള്ള കടന്നുകയറ്റം അല്ലെങ്കിൽ വിദേശാക്രമണം ഇവയിൽ നിന്നും സംസ്ഥാനങ്ങളെ സംരക്ഷിക്കുന്നതിനുള്ള കേന്ദ്രത്തിൻ്റെ കടമ. യുദ്ധങ്ങളോ അല്ലെങ്കിൽ അതുപോലെ തന്നെ ഒരു വിദേശാക്രമണമോ ഒരു സംസ്ഥാനത്തിന് മുകളിൽ ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് ആ സംസ്ഥാനത്തെ സംരക്ഷിക്കാനുള്ള കടമ ആർക്കാണ്? അത് കേന്ദ്രത്തിനാണ് എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് 355. 356 രാഷ്ട്രപതി ഭരണത്തെക്കുറിച്ച് അല്ലെങ്കിൽ പ്രസിഡന്റ് ഭരണം അല്ലെങ്കിൽ രാഷ്ട്രപതി ഭരണം സംസ്ഥാന അടിയന്തരാവസ്ഥയെക്കുറിച്ച് പറയുന്നു. അപ്പോൾ സംസ്ഥാന അടിയന്തരാവസ്ഥയെ നമുക്ക് എന്തും കൂടെ പറയാം? രാഷ്ട്രപതി ഭരണം അല്ലെങ്കിൽ പ്രസിഡന്റ് ഭരണം എന്നും കൂടെ പറയാം. ഈ ആർട്ടിക്കിൾ 356 ഡെഡ് ലെറ്റർ എന്ന് വിശേഷിപ്പിച്ചത് BR അംബേദ്കറാണ്. മാത്രമല്ല ആർട്ടിക്കിൾ 356 ഒരു സംസ്ഥാനത്തിന് മുകളിൽ പ്രയോഗിക്കേണ്ടത് തീരെ ഗത്യന്തരമില്ലാത്ത സാഹചര്യത്തിലാണ് എന്ന് പറഞ്ഞതും BR അംബേദ്കർ തന്നെയാണ്. ആർട്ടിക്കിൾ 356 പ്രസിഡന്റ് ഭരണം അല്ലെങ്കിൽ സംസ്ഥാന അടിയന്തരാവസ്ഥയെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ് 356. ആർട്ടിക്കിൾ 356 ഡെഡ് ലെറ്റർ എന്ന് വിശേഷിപ്പിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? അത് BR അംബേദ്കറാണ്. ഡെഡ് ലെറ്റർ എന്ന് വിശേഷിപ്പിച്ചത് BR അംബേദ്കറാണ്. ആർട്ടിക്കിൾ 357 പ്രസിഡന്റ് ഭരണം പ്രഖ്യാപിക്കുന്ന സംസ്ഥാനങ്ങളിലെ നിയമനിർമ്മാണത്തെക്കുറിച്ചാണ്. പ്രസിഡന്റ് ഭരണം പ്രഖ്യാപിക്കുന്ന സംസ്ഥാനങ്ങളിലെ നിയമനിർമ്മാണത്തെക്കുറിച്ച് പറയുന്ന ഭരണഘടനയിലെ ആർട്ടിക്കിളാണിത് 357. ഈ ഭരണം നിർവഹിക്കുന്നത് ആരാണ്? സംസ്ഥാന അടിയന്തരാവസ്ഥ നിലനിൽക്കുന്ന സംസ്ഥാനങ്ങളിൽ ഭരണം നിർവഹിക്കുന്ന ആരാണ്? പ്രസിഡന്റ് ആണോ? അല്ല, ഗവർണർ ആയിരിക്കും കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കുക, രാഷ്ട്രപതി ഭരണം നിലനിൽക്കുന്ന സംസ്ഥാനങ്ങളിൽ ഭരണം നിർവഹിക്കുന്നത് ആരായിരിക്കും? അത് ഗവർണർ ആയിരിക്കും. ഓക്കെ, ആർട്ടിക്കിൾ 358 അടിയന്തരാവസ്ഥ കാലത്ത് അനുച്ഛേദം 19 റദ്ദു ചെയ്യുന്നതിനെ കുറിച്ചാണ്.
അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാൽ എന്ത് ചെയ്യും? ആർട്ടിക്കിൾ 19 എന്താവും? റദ്ദാകും എന്ന് പറയുന്ന ആർട്ടിക്കിൾ. റദ്ദ് ചെയ്യുന്നത് സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ആർട്ടിക്കിൾ ഓട്ടോമാറ്റിക്കലി റദ്ദാകും കേട്ടോ. ഈ ആർട്ടിക്കിൾ എന്ത് ചെയ്യും? ആർട്ടിക്കിൾ 19 മൗലിക സ്വാതന്ത്ര്യങ്ങളാണ്. ആ ആർട്ടിക്കിൾ 19 എന്താവും? ഓട്ടോമാറ്റിക്കലി റദ്ദാകും. എന്നാൽ 2 അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ മാത്രമേ ഓട്ടോമാറ്റിക്കലി റദ്ദാകുള്ളൂ. ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ 3 കാരണങ്ങളാണ്. ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ 3 കാരണങ്ങളാണ്. അതിവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു തവണ ക്വസ്റ്റ്യൻ വന്നതുമാണ്. ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള 3 കാരണങ്ങൾ: ഒന്ന് യുദ്ധം, 2 വിദേശാക്രമണം, മൂന്നാമത്തത് സായുധ വിപ്ലവം. ആഭ്യന്തര കലാപം എന്ന പേര് മാറ്റിക്കൊണ്ട് സായുധ വിപ്ലവം എന്നാക്കിയത് 44-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം 1978 നമുക്കറിയുന്ന വിഷയമാണ്. അപ്പോൾ യുദ്ധവും വിദേശാക്രമണവും ഈ 2 കാരണങ്ങളുടെ മേലിലാണ് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതെങ്കിൽ മാത്രമേ ആർട്ടിക്കിൾ 19 എന്താകുള്ളൂ? ഓട്ടോമാറ്റിക്കലി റദ്ദാകുള്ളൂ. എന്നാൽ സായുധ വിപ്ലവത്തിന്റെ പേരിലാണ് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതെങ്കിൽ ആർട്ടിക്കിൾ 19 എന്താവില്ല? ഓട്ടോമാറ്റിക്കലി റദ്ദാവില്ല. ആർട്ടിക്കിൾ 19 മൗലിക സ്വാതന്ത്ര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ആർട്ടിക്കിൾ 19 ഓട്ടോമാറ്റിക്കലി റദ്ദാകണമെങ്കിൽ 2 അടിയന്തരാവസ്ഥയെ പ്രഖ്യാപിക്കണം. അതേതൊക്കെയാണ്? യുദ്ധം, വിദേശാക്രമണം. സായുധ വിപ്ലവത്തിന്റെ പേരിലാണ് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതെങ്കിൽ ഏത് ആർട്ടിക്കിൾ റദ്ദാവൂല? ആർട്ടിക്കിൾ 19 റദ്ദാവൂല. ആർട്ടിക്കിൾ 19 റദ്ദാകും എന്ന് പറയുന്നതിനെ കുറിച്ച് റദ്ദാകും എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ഇത് 358. പറഞ്ഞു മനസ്സിലായി ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അടുത്തത് ആർട്ടിക്കിൾ 351. മൗലിക അവകാശങ്ങൾ സ്ഥാപിച്ചെടുക്കാനുള്ള അവകാശം റദ്ദാക്കും എന്നൊന്നുമില്ല. അവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട എത്ര കാര്യമുള്ളൂ. മൗലിക അവകാശങ്ങൾ റദ്ദാക്കും, അത്രേ ഉള്ളൂ കേട്ടോ. ഇതൊന്നും ഇടങ്ങേറായി പഠിക്കേണ്ട ആവശ്യമില്ല. സംഭവം എന്താണ്? സിമ്പിളായിട്ട് പറയാം. മൗലിക അവകാശങ്ങൾ റദ്ദാക്കും. എന്നാൽ 21ഉം 22ഉം റദ്ദാക്കാൻ കഴിയില്ല. സെറ്റല്ലേ? മൗലിക അവകാശങ്ങൾ റദ്ദാക്കും എന്ന് പറയുന്ന ആർട്ടിക്കിൾ 359ഉം മൗലിക സ്വാതന്ത്ര്യങ്ങൾ റദ്ദാകും എന്ന് പറയുന്ന ആർട്ടിക്കിൾ 358ഉമാണ്. ഓക്കെ, ആർട്ടിക്കിൾ 360 സാമ്പത്തിക അടിയന്തരാവസ്ഥ. ആർട്ടിക്കിൾ 360 എന്താണ്? സാമ്പത്തിക അടിയന്തരാവസ്ഥ. ഇന്ത്യയിൽ ഇതുവരെ സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടില്ല. സാമ്പത്തിക അടിയന്തരാവസ്ഥയെ കുറിച്ച് പറയുന്ന ഭരണഘടനയിലെ ആർട്ടിക്കിൾ 360 ആണ്. ഞങ്ങൾക്ക് 2 ആർട്ടിക്കിളിനെ കുറിച്ച് ഒന്നും കൂടെ വിശദീകരിക്കാം. ആർട്ടിക്കിൾ 358ഉം ആർട്ടിക്കിൾ 359ഉം. ആർട്ടിക്കിൾ 359 എന്താ? ആർട്ടിക്കിൾ 359 മൗലിക അവകാശങ്ങൾ റദ്ദാക്കും. അടിയന്തരാവസ്ഥ സമയത്ത് മൗലിക അവകാശങ്ങൾ റദ്ദാക്കും. സെറ്റല്ലേ? റദ്ദാക്കും. ആർട്ടിക്കിൾ 358 ആർട്ടിക്കിൾ 19 അഥവാ മൗലിക സ്വാതന്ത്ര്യങ്ങൾ. ആർട്ടിക്കിൾ 19 അല്ലെങ്കിൽ മൗലിക സ്വാതന്ത്ര്യങ്ങൾ റദ്ദാകും. ഒന്ന് ആകും എന്നും മറ്റൊന്ന് ആക്കും എന്നുമാണ്. എന്നാൽ 2 സാഹചര്യത്തിൽ മാത്രമേ റദ്ദാകുന്നുള്ളൂ. ഏതൊക്കെ? യുദ്ധം, വിദേശാക്രമണം. സായുധ വിപ്ലവത്തിന്റെ പേരിലാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതെങ്കിൽ ആർട്ടിക്കിൾ 19 റദ്ദാകില്ല, ഓട്ടോമാറ്റിക്കലി റദ്ദാകില്ല. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മളിന്ന് പഠിച്ചത് അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതിലെ ആർട്ടിക്കിൾ നമ്മൾ വിശദമായിട്ട് തന്നെ പഠിച്ചു. ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടിയിട്ട് ASAP ഫോളോ ചെയ്യുക. താങ്ക് യു.